ആശാ പവറിന്റെ 3 kVയുടെ 24 വോൾട്ട് PC ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. 590 വാട്ട്സിന്റെ ടോപ്പ് കോൺ ബൈഫേഷ്യൽ സോളാർ മോഡ്യൂൾസ്. ഹലോ ഫ്രണ്ട്സ്, JK സോളാറിന്റെ പുതിയൊരു ഇൻസ്റ്റലേഷൻ വീഡിയോയിലേക്ക് ആർക്കും സ്വാഗതം. ഞാൻ ജിബിൻ. ഇന്ന് നമ്മളിവിടെ ഒരു 3 kVA ഫുൾ ഓഫ് ഗ്രിഡ് സിസ്റ്റം പാക്കേജ് ആണ് പരിചയപ്പെടുന്നത്. ഇതൊരു പ്രീമിയം ഇൻസ്റ്റലേഷൻ ആണ്. പ്രീമിയം എന്ന് പറയാനുള്ള കാര്യം, നമ്മളിവിടെ പാനലുകൾ സാധാരണ ഇതിൽ 3 kVA സിസ്റ്റംസിൽ 2 പാനലുകളാണ് കൊടുക്കുന്നത്. പക്ഷേ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോൾ കാണുന്ന 4 പാനൽസ് നമ്മൾ ഈ സിസ്റ്റത്തിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ നമ്മളൊരു പ്രീമിയം PC ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ആശാ പവറിന്റെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഏറ്റവും എഫിഷ്യന്റ് എന്ന് അറിയപ്പെടുന്ന ഒരു 3 kVA മോഡലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ വിശദ വിവരങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഫുൾ ടൈം പവർ സപ്ലൈ ആവശ്യമുള്ളവർക്ക്, അതുപോലെ തന്നെ അധികം സർവീസ് ഇഷ്യൂസോ പ്രോബ്ലംസോ ഒന്നും വരാത്ത രീതിയിൽ ഒരു ഫിറ്റ് ആൻഡ് ഫോർഗറ്റ് രീതിയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ ഇത്തരത്തിലുള്ള സിസ്റ്റംസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ പവർ കട്ട്സ് കൂടുതലുള്ള സമയങ്ങളിലൊക്കെ അല്ലെങ്കിൽ സ്ഥലങ്ങളിൽ മഴക്കാലങ്ങളിലൊക്കെ നമുക്ക് ഒരു ഈവൻ ആയിട്ടുള്ള പ്രൊഡക്ഷൻ, അതായത് ഒരു ആവറേജ് പ്രൊഡക്ഷൻ കിട്ടണമെങ്കിൽ ഇത്തരത്തിൽ 4 പാനലുകൾ വെക്കണം. ഇപ്പോൾ നമ്മളിവിടെ പ്രത്യേകമായിട്ട് 4 പാനൽ വെക്കാനുള്ള കാരണം ഇവിടെ ഷെയ്ഡിൻ്റെ ഒക്കെ പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മഴക്കാലങ്ങളിൽ ഒരു ആവറേജ് പ്രൊഡക്ഷൻ കിട്ടണം. അപ്പോൾ നമുക്ക് ഡബിൾ പാനൽ വെച്ച് കഴിഞ്ഞാൽ കപ്പാസിറ്റി ഡബിൾ ആക്കി കഴിഞ്ഞാൽ മഴക്കാലത്ത് കിട്ടുന്നത് പ്രൊഡക്ഷൻ ഡബിൾ ആവും. അപ്പോൾ അത്തരത്തിൽ അപ്പോൾ അല്പം കോസ്റ്റ്ലി ആയിരിക്കും അങ്ങനെ ചെയ്യുന്ന സമയത്ത്. പക്ഷേ ഒരു അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് പവർ സപ്ലൈ കിട്ടുക എന്നുള്ള ഉദ്ദേശം ചെയ്യുമ്പോൾ ഇത്തരത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്കാണ് നമ്മൾ പോകുന്നത്. നല്ല ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള ഒരു ഇൻവെർട്ടറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പകൽ സമയത്തൊക്കെ 4 പാനലുകൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഡക്ഷൻ ലോഡുകളൊക്കെ ഈസി ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ ലിഥിയം ഫെറോഫോസൈറ്റ് ബാറ്ററിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള മെയിൻ്റനൻസോ കാര്യങ്ങളൊന്നും ബാറ്ററിക്ക് വരുന്നില്ല. അപ്പോൾ ഇതിന്റെ വിശദമായിട്ടുള്ള ഒരു ഇൻസ്റ്റലേഷൻ വീഡിയോ, അതുപോലെ തന്നെ ഈ സിസ്റ്റത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് വെച്ചേക്കുക. അതുപോലെ തന്നെ ആവശ്യക്കാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. സോളാറുമായിട്ട് റിലേറ്റഡ് നിരവധി വീഡിയോസ് JK സോളാർ പവർ സിസ്റ്റംസ് എന്നുള്ള ചാനൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 7 വർഷമായിട്ട് സോളാർ ഇൻസ്റ്റലേഷൻസ് ചെയ്യുകയും അതിന്റെ വീഡിയോസ് കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സോളാർ ഇൻസ്റ്റലേഷനുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സോളാർ ഇൻസ്റ്റലേഷൻസ് ഇപ്പോൾ നമുക്കറിയാം KSEB സൈഡിൽ നിന്നൊക്കെ അല്ലെങ്കിൽ നമ്മുടെ EB സൈഡിൽ നിന്നൊക്കെ റെഗുലേഷൻസ് ഒക്കെ മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സിസ്റ്റംസ് ഒക്കെ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ KSEB സൈഡിൽ നിന്ന് വരുന്ന മറ്റ് ലിമിറ്റേഷൻസ് നമ്മളെ ബാധിക്കില്ല. ഇതൊന്നും നമുക്ക് സ്വന്തമായിട്ട് പവർ ഉൽപ്പാദിപ്പിച്ച് അത്യാവശ്യം വീട്ടിലെ കാര്യങ്ങളെല്ലാം ഉപയോഗിക്കാം. ഒരു ലിമിറ്റ് ചെയ്തൊക്കെ പോകാൻ ഈ സിസ്റ്റത്തിൽ തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും വീട്ടിലെ ഉപകരണങ്ങളെല്ലാം ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് 1 HP പമ്പൊക്കെ നല്ല വെയിലുള്ള സമയത്ത് ഡയറക്റ്റ് ഉപയോഗിക്കാം. കാരണം 2400 വാട്ട്സ് ആണ് നമ്മുടെ ഇൻവെർട്ടറിന്റെ പീക്ക് ലോഡ് കപ്പാസിറ്റി വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇൻഡക്ഷൻ ഡിവൈസുകൾ, പിന്നെ AC ഒക്കെ നമുക്ക് പൊതുവെ രാത്രി സമയത്താണ് ഉപയോഗം വരുന്നത്. നമ്മുടെ ബാറ്ററിയിൽ 2.5 യൂണിറ്റാണ് സ്റ്റോറേജ് ഉള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് AC അധികം നേരം ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം രാത്രി സമയത്ത് AC ഉപയോഗം മാത്രമല്ല, അങ്ങനെയുള്ള സമയങ്ങളിൽ ഉള്ള ഉപകരണങ്ങൾ മാത്രം KSEBിലേക്ക് നിർത്തിക്കൊണ്ട് ബാക്കി കംപ്ലീറ്റ് നമുക്ക് ഈ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പം നല്ലൊരു ഫുൾ ടൈം അല്ലെങ്കിൽ 24/7 പവർ ബാക്കപ്പ്, അതുപോലെ തന്നെ വീട്ടിലുള്ള ഒരു 80-90% ഉപകരണങ്ങൾ വർക്ക് ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു എന്നൊക്കെയുള്ളവർക്ക് ഇത്തരത്തിലുള്ള സിസ്റ്റംസ് തീർച്ചയായിട്ടും ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിങ്ങനെ ഒരു മിക്സഡ് റൂഫ് ഏരിയ ആണ് വന്നിരുന്നത്. ഇവിടെ നമുക്ക് ചില സമയങ്ങളിൽ തണൽ വരാൻ സാധ്യതയുണ്ട്. സൂര്യൻ തെക്കുന്ന് വടക്കോട്ടൊക്കെ പോകുന്ന സമയത്ത് ചെറിയ തണലുകൾക്കൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ സാധിക്കണം. ഒരുപാട് ഉയരത്തിൽ ചെയ്യരുത്. അപ്പോൾ അങ്ങനെയുള്ള 1-2 കൺസേൺസ് ഒക്കെ നമ്മുടെ ക്ലയന്റിനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ മീറ്റ് ചെയ്തുകൊണ്ടാണ് ഈ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഫ്ലാറ്റ് റൂഫ് നിന്നുകൊണ്ട് തന്നെ പാനലുകൾ ഈസി ആയിട്ട് സർവീസ് ചെയ്യാം, ക്ലീൻ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് തണൽ വരാൻ സാധ്യതയുണ്ട്. തണൽ വന്നാലും പ്രൊഡക്ഷൻ കുറയരുത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ 4 പാനലുകൾ 2 സ്ട്രിങ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നു. നമ്മൾ പാനലുകൾ ഒറ്റ സ്ട്രിങ്ങിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പാനലിൽ തണൽ വീണാലും ടോട്ടൽ പ്രൊഡക്ഷനെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 സ്ട്രിങ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഈ 2 പാനലുകളിൽ തണൽ വീണാലും ബാക്കി 2 പാനലിന്റെ പ്രൊഡക്ഷൻ നമുക്ക് കട്ടാവാതെ തന്നെ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ഇൻസ്റ്റലേഷൻ പൂർത്തിയാക്കിയിരിക്കുന്നത്. നമ്മൾ 590 വാട്ട്സിന്റെ ടോപ്പ് കോൺ ബൈഫേഷ്യൽ സോളാർ മോഡ്യൂൾസ് 4 കണക്ട് ചെയ്തിരിക്കുന്നത്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 2360 വാട്ട്സ് ആണ് നമുക്ക് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഇവിടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നല്ല വെയിലുള്ള ദിവസങ്ങളിൽ പകൽ സമയത്ത് നല്ല ഉപയോഗമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 8 യൂണിറ്റ് വരെയൊക്കെ വൈദ്യുതി പ്രൊഡക്ഷൻ സാധ്യമാണെന്നാണ്. ഓഫ് ഗ്രിഡ് സിസ്റ്റങ്ങളിൽ കമ്പാരിറ്റീവ്ലി ഓൺ ഗ്രിഡിനെ അപേക്ഷിച്ച് പ്രൊഡക്ഷൻ കുറവായിരിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ബാറ്ററി ഫുള്ളായ ശേഷം വീട്ടിലെ ഉപയോഗം, അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ഡിമാൻഡൊക്കെ അനുസരിച്ചാണ് ഇതിന്റെ പ്രൊഡക്ഷൻ ഇരിക്കുന്നത്. അപ്പോൾ വീട്ടിൽ ഉപയോഗം ഇല്ലാത്തൊരു ദിവസം ബാറ്ററി ചാർജിങ് പെട്ടെന്ന് തന്നെ നടക്കും. അതിനുശേഷം പിന്നീടുള്ള പ്രൊഡക്ഷൻ നമുക്ക് വേസ്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുൾ ടൈം പവർ വേണം. അല്പം കാലാവസ്ഥ മോശമായാലും നമുക്ക് പവർ ബാക്കപ്പ് കിട്ടണമെന്ന് ഉദ്ദേശമുള്ളവർ മാത്രമേ ഉള്ളൂ 3 kVയിൽ 100 AH ബാറ്ററിയിൽ 4 പാനൽ ഉപയോഗിക്കാവുള്ളൂ. ഇതിന്റെ ഒരു ഗുണമെന്ന് പറയുന്നത് നമുക്ക് എല്ലാ ക്ലൈമറ്റിലും ഇച്ചിരി നല്ല ക്ലൗഡി ആയിട്ടുള്ള മഴക്കാലത്ത് പോലും നമുക്ക് ആവറേജ് പ്രൊഡക്ഷൻ എൻഷുർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. 3000 ആ റേഞ്ചിലൊക്കെ ബില്ല് വരുന്നവരെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള സിസ്റ്റംസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറണ്ട് ബില്ല് നല്ല രീതിയിൽ കുറച്ച് ഒരു 500 rupees റേഞ്ചിലോട്ടൊക്കെ നമുക്ക് കറണ്ട് ബില്ലിൽ എത്തിക്കാൻ സാധിക്കും. KSEB സൈഡിൽ നിന്ന് വരുന്ന മറ്റു നിയന്ത്രണങ്ങളൊന്നും നമ്മളെ ബാധിക്കുകയില്ല. അപ്പോൾ ഇതിന്റെ ഇൻവെർട്ടർ ബാറ്ററി സെറ്റപ്പ് നമുക്ക് വേഗം അകത്ത് പോയിട്ട് കാണാം. ഇത്തരത്തിലാണ് നമ്മൾ ഇൻഡോർ സിസ്റ്റം വരുന്നത്. ഇവിടെ ആശാ പവറിന്റെ 3 kVയുടെ 24 വോൾട്ട് PC ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ UTL 100 AH 25.6 വോൾട്ട് ലിഥിയം ഫെറോഫോസൈറ്റ് ബാറ്ററി,
ഇവിടെ നമ്മൾ ഒരു ഡബിൾ ഡക്കർ ആയിട്ട് ഇങ്ങനെ ഒരു സ്ട്രക്ചർ ചെയ്തിട്ടുണ്ട് ഇത് പ്ലേസ് ചെയ്യാനായിട്ട്. വളരെ ഒതുക്കി പ്ലേസ് ചെയ്യാനായിട്ടും കേബിളുകൾ അധികം ലെങ്തിൽ പോകാതെ കൃത്യമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള സ്റ്റാൻഡുകൾ ഹെൽപ്പ് ചെയ്യും. ഇത് ആശ പവറിന്റെ റോവർ എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഇവിടെ കൃത്യമായിട്ട് നമുക്ക് ലോഡ് ഉപയോഗം ഇപ്പോൾ സോളാറിലാണെന്ന് അറിയാൻ സാധിക്കും. സോളാർ ചാർജിങ് അവൈലബിൾ ആണോ അറിയാൻ സാധിക്കും. എൻ്റർ ബട്ടൺ അവരുടെ ഓഫ് ഓൺ ബട്ടണുകൾ ഒക്കെ നമുക്ക് ഇവിടെ കാണാം. ഇതിൻ്റെ എൻ്റർ ബട്ടണും ഓഫ് ബട്ടണും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ ഫാക്ടറി സെറ്റിങ്ങിലൊക്കെ നമുക്ക് ചേഞ്ചസ് വരുത്താൻ സാധിക്കുന്നതാണ്. ഇവിടെ സോളാർ പാനലിൽ നിന്നുള്ള വോൾട്ടേജ്, കറണ്ട്, അതുപോലെ തന്നെ വാട്ട്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാം. ഓരോ ദിവസം കിട്ടിയ യൂണിറ്റുകൾ, ബാറ്ററിയിൽ നിന്ന് ഡിസ്ചാർജ് ആയ യൂണിറ്റുകൾ എല്ലാം നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. ഇത്തരത്തിൽ ഈ ബ്ലൂ കളറിലാണ് ഈ PCUവിൻ്റെ ഒരു അപ്പിയറൻസ് വരുന്നത്. ഇതിൽ നമുക്ക് 80 ആംപിയറിൻ്റെ ആണ് MPPT ഇൻബിൽറ്റ് ആയിട്ട് വരുന്നത്. 3500 വാട്ട്സ് വരെ സോളാർ പാനൽ കണക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. 0.8 ആണ് ഇതിന്റെ പവർ ഫാക്ടർ പറയുന്നത്. അതായത് 2400 വാട്ട്സ് വരെ ലോഡ് കപ്പാസിറ്റി ഉണ്ട്. 2400 വാട്ട്സ് വരെയുള്ള ഉപകരണങ്ങൾ നമുക്ക് ഇതിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. പകൽ സമയത്ത് ഒരു 2000 വാട്ട്സ് ഒക്കെ പാനൽ സപ്പോർട്ട് ഉള്ള സമയത്ത് നമുക്ക് അത്തരത്തിൽ ഒരു 2000 വാട്ട് വരെയൊക്കെ ലോഡ് ചെയ്യാവുന്നതാണ്. 24 വോൾട്ട് സിസ്റ്റം ആണ്. ഒരു 1500 വാട്ട്സിന് മുകളിലൊന്നും കണ്ടിന്യൂസ് ലോഡ് ചെയ്ത് ഉപയോഗിക്കുന്നത് അത്ര സേഫ് അല്ല. നമ്മൾ മുൻപും വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾ UTL ബ്രാൻഡിങ്ങിൽ വരുന്ന ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററി പാക്ക് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ ഡാറ്റ ഷീറ്റ് നമുക്ക് ഇവിടെ കാണാം. 100Ah 25.6 വോൾട്ട് ബാറ്ററി പാക്ക് ആണ് വരുന്നത്. ഈ ബാറ്ററിക്ക് അനുയോജ്യമായ രീതിയിൽ നമ്മൾ സെറ്റിംഗ്സുകൾ ഇതിൽ ചേഞ്ച് ചെയ്യണം. ലിഥിയം ബാറ്ററി കോമ്പാറ്റബിൾ ആയിട്ടുള്ള രീതിയിലുള്ള വോൾട്ടേജ് സെറ്റിംഗ്സുകൾ ചേഞ്ച് ആക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ സ്മൂത്ത് ആയിട്ട് സിസ്റ്റത്തിൽ ഇത് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ലെഡ് ആസിഡ് ബാറ്ററിയിലും ഒരുപോലെ തന്നെ കണക്ട് ചെയ്യാവുന്ന രീതിയിലാണ് ഈ PCU ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഹെവി ലോഡ് കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് പകൽ സമയത്ത് മാക്സിമം ലോഡ് ഉപയോഗം, അതായത് വാഷിംഗ് മെഷീന്, മിക്സി, അയൺ ബോക്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തന്നെ ഇതിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇത് നമ്മുടെ കേരളത്തിൽ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നതായതുകൊണ്ട് തന്നെ ഇവിടുത്തെ ക്ലൈമറ്റും അതുപോലെ തന്നെ ഇവിടുത്തെ പവർ സപ്ലൈ ഒക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് മാനുഫാക്ചർ ചെയ്തിട്ടുള്ള കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള റഗ്ഡ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ ഡിസൈൻ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കമ്പാരിറ്റീവ്ലി കംപ്ലൈന്റ് റേഷ്യോസ് കുറവായിരിക്കും. അല്പം പ്രൈസ് കൂടുതലാണെങ്കിലും ഒരു ഫിറ്റ് ആൻഡ് ഫോർഗറ്റ് സംവിധാനത്തിൽ നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇൻവെർട്ടറിന്റെ ബാക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 24 വോൾട്ട് ആണ്. അതുപോലെ തന്നെ വലിയൊരു ടെർമിനൽ ബ്ലോക്ക് കൊടുത്തിരിക്കുന്നതാണ്. ഇൻപുട്ട് MCB ഉണ്ട്. അതുപോലെ തന്നെ സോളാർ പാനൽ പോസിറ്റീവ്, നെഗറ്റീവ്, ഫേസ് ഇൻ, ഫേസ് ഔട്ട്, കോമൺ ന്യൂട്രലൊക്കെ കൊടുത്തിരിക്കുന്നതാണ്. ഇവിടെ നമ്മൾ 32 ആംപിയറിന്റെ ഒരു പ്രീമിയം ഹാവൽസിന്റെ DC MCB കൊടുത്തിട്ടുണ്ട്. അതായത് 2 സ്ട്രിങ്ങുകൾ പാരലാണ്. അതുകൊണ്ട് തന്നെ കറണ്ട് 20 ആംപിയറിന് മുകളിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ ഇൻവെർട്ടറിലേക്ക് കണക്ഷൻസ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വളരെ ഫ്രീ ആയിട്ടുള്ള ഒരു കോർണറിലാണ് നമ്മൾ ഇൻസ്റ്റലേഷൻ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇവിടെ ഹ്യൂമിഡിറ്റിയുടെ പ്രശ്നമോ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന ഇഷ്യൂസോ ഒന്നുമില്ല. നമുക്ക് ഈസി ആയിട്ട് വാച്ച് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ സർവീസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്ന രീതിയിലുള്ള ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്. ഇവിടെ നമ്മൾ ഇൻവെർട്ടറുകൾ, ബാറ്ററികൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഏതെങ്കിലും കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു കോർണറിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും കാലഘട്ടത്തിൽ ഒരു സർവീസ് ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ട് വരും. ഇപ്പോൾ ഇത്തരത്തിലുള്ള ഫ്രീ ആയിട്ടുള്ള ഏരിയകൾ നമ്മൾ ചൂസ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഫ്രീ എയർ കിട്ടുവാണെങ്കിൽ തന്നെ ഒരു പരിധിവരെ കംപ്ലയിൻസ് വളരെ കുറവായിരിക്കും. അതുപോലെ ഏതെങ്കിലും ഒരു കാരണവശാൽ നമുക്കൊരു സർവീസ് വന്നാൽ ഈസി ആയിട്ട് അതിലേക്ക് അപ്രോച്ച് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നമുക്ക് ബാറ്ററിക്ക് ഏകദേശം 28 കിലോളം വെയിറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഇൻവെർട്ടറിനും 30 കിലോളം വെയിറ്റ് വരുന്നുണ്ട്. ടോട്ടൽ ഒരു 60 കിലോ താഴെയുള്ള വെയിറ്റ് ആണ് വരുന്നത്. അപ്പോൾ അത് താങ്ങത്തക്ക രീതിയിലുള്ള ഒരു ചെറിയ സ്റ്റാൻഡ് നമ്മളിവിടെ മേക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുകളിൽ ഡബിൾ ഡക്കറായിട്ട് വെക്കുമ്പോൾ നമുക്ക് അധികം സ്പേസ് പോകാതെ ഇത്തരത്തിൽ ഒതുങ്ങി ഒരു സ്ഥലത്ത് നമുക്ക് പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന് തന്നെ 2500 VA കപ്പാസിറ്റി ഉള്ള 2.5 kVA സിസ്റ്റംസും അവൈലബിൾ ആണ്. അതിൽ നമുക്ക് പാനൽ കപ്പാസിറ്റി 2400 വാട്ട്സേ ഉള്ളൂ എന്നുള്ളതേ ഉള്ളൂ. അതിൽ പക്ഷേ വേറെ അഡ്വാൻറ്റേജ് 125 വോൾട്ട് VOC സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ 590 വാട്ട്സിൻ്റെ ഒക്കെ 3 പാനലുകൾ നമുക്ക് സീരീസ് ചെയ്ത് കണക്ട് ചെയ്യാം. തണലോ ഷെയ്ഡോ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള ബാറ്ററികൾക്ക് നമുക്ക് 3 പാനൽ കൊടുത്തു കഴിഞ്ഞാൽ പകൽ സമയത്ത് മാക്സിമം പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ആശാ പവറിന്റെ 3 kVA PCUവിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ സെപ്പറേറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർക്ക് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ ആ വീഡിയോ വാച്ച് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. മറ്റൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള സോളാർ ഇൻസ്റ്റലേഷൻ വീഡിയോ ആയിട്ട് നമുക്ക് ചാനലിൽ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.